സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ 2024 RRB POയുടെ പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 3-നും 4-നും ആയിരുന്നു. ഇനി നമുക്കുള്ളത് RRB ക്ലർക്കിന്റെ എക്സാം ആണ്. അത് 10, 17, 18 തീയതികളിലായിട്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അതിന് തിരക്കിട്ട പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. അപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ടെൻഷനും കൺസേണും ഒക്കെ ഉണ്ട് അല്ലെ? എത്ര കട്ട് ഓഫ് വരും? ചില ഷിഫ്റ്റ് ഒക്കെ ഈസി ആയിരുന്നു, അപ്പൊ ഞങ്ങളുടെ നോർമലൈസേഷനിൽ ഞങ്ങളുടെ മാർക്ക് കുറയോ? അല്ലെങ്കിൽ ചില ഷിഫ്റ്റ് പാടായിരുന്നു, ഞങ്ങൾക്ക് അത്ര അറ്റംപ്റ്റ് ഒന്നും പോയില്ല, ഞങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ടെൻഷൻസ് ആൻഡ് കൺസേൺസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എങ്കിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 3-നായിരുന്നു നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അന്നേ ദിവസം 4 ഷിഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം PO ആയതുകൊണ്ട്, RRB PO ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഇല്ല പ്രിലിംസിന്. നമുക്ക് 2 സബ്ജക്റ്റ് ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റില് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ഒരുപാട് ആസ്പിറൻസിന്റെ റിവ്യൂ എടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നില്ല. എങ്കിലും ഒരു 21 to 25+ അറ്റംപ്റ്റ് ഒക്കെ പോയ ഒരുപാട് ആസ്പിറൻസ് ഉണ്ടായിരുന്നു. അത്ര ഒരു ബുദ്ധിമുട്ടുള്ള 21 to 25 വളരെ കുറച്ചായിരിക്കും ഉണ്ടാകുക. ബട്ട് 21+, 22 or 23+ സ്കോർ കിട്ടിയ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സ്കോർ അല്ല, അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് ഉണ്ടായിരുന്നു. അതേപോലെ റീസണിങ്, QAയും റീസണിങ്ങും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് ആയിരുന്നു ഇച്ചിരി കൂടെ ഈസി. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് ആയിരുന്നു ഇച്ചിരിയും കൂടെ ഈസി. ഒരു 32+ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നില്ല ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഈസി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും അത്യാവശ്യം പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും അറ്റംപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് നമുക്കുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഷിഫ്റ്റിലേക്ക് വന്നപ്പോൾ QA നല്ല പാടായിരുന്നു അല്ലെ? ഒരുപാട് സ്റ്റുഡൻസ് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് സെക്കൻഡ് ഷിഫ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. അവർക്ക് QA ഒരു ചിലർ 13 to 17, 18 ആ ഒരു റേഞ്ച് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഷിഫ്റ്റും തേർഡ് ഷിഫ്റ്റും, സെക്കൻഡും തേർഡും അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു. റീസണിങ് അത്രയും QA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് അത്രയും ബുദ്ധിമുട്ടായിരുന്നില്ല. എങ്കിലും മേ ബി 2 സെക്ഷനും കൂടെ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഓവറോൾ അറ്റംപ്റ്റ് നോക്കുമ്പോൾ ഇതിനെക്കാട്ടിലും കുറവായിരിക്കും സെക്കൻഡ് ഷിഫ്റ്റിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കുക. കാരണം QA അത്യാവശ്യം ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടാണ് സ്റ്റുഡൻസ് റെസ്പോൺസ് തന്നത്. അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഷിഫ്റ്റ് 3യുടെ കേസും. എനിക്ക് 2ഉം 3യും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 2ഉം 3യും അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടായിരുന്നു QA ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് DI സെക്ഷനും അതേപോലെ തന്നെ കേസിലെ DI ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 10 സ്പീഡ് മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു ഷിഫ്റ്റ് 2ഉം ഷിഫ്റ്റ് 3യും. നിങ്ങൾ ഓരോരുത്തരും അതായത് ഷിഫ്റ്റിലുള്ളവർ നിങ്ങൾക്ക് എത്രയാണ് അറ്റംപ്റ്റ് പോയതെന്ന് കമൻസ് ആയിട്ട് ഇടുക. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി ഒരു പോള് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് കൊണ്ട് എടുത്തിട്ടാണ് ആസ് എ ഹോൾ ഞാനീ പറയുന്നത്. ഇവിടെയും റീസണിങ് ഫസ്റ്റ് ഡേയിൽ റീസണിങ് അത്രയും, അതായത് QA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റീസണിങ് എളുപ്പമായിരുന്നു. എങ്കിലും അത്യാവശ്യം പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ആ ലെവലിൽ പസിൽസും ബാക്കിയുള്ള മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 3 ഷിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് 4 ആയിരുന്നു. 60+, ടോട്ടൽ 60+ അറ്റംപ്റ്റ് പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇത്രയും, അതായത് ഈ ഷിഫ്റ്റിൽ ഇത്രയും വേരിയേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും നോർമലൈസേഷൻ ഉണ്ടാകും. ഈ ഈസി ഷിഫ്റ്റിൽ ഒരിക്കലും എന്തുണ്ടാകില്ല, നോർമലൈസേഷനിൽ നിങ്ങളുടെ മാർക്ക് കുറയുമോ എന്നൊക്കെയുള്ള ഒരു കൺസേൺ നിങ്ങൾക്കുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആക്യുറസി, ഇപ്പൊ ഷിഫ്റ്റ് 2ലും 3ലും ഉള്ളവരെ, ഇപ്പൊ നമ്മളുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല നമ്മൾ ഷിഫ്റ്റ് 2ൽ ചെല്ലുന്നതും അല്ലെങ്കിൽ ഷിഫ്റ്റ് 1-ലാകുന്നതും, നമുക്ക് കിട്ടുന്ന സ്ലോട്ട് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് ഏതാണോ അതിലായിരിക്കും നമ്മൾ പോയി എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അപ്പൊ അതിൽ നിങ്ങൾ ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് ആണെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് 100% ആക്യുറസി ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതിനെക്കാട്ടിലും നിങ്ങൾക്ക് മാർക്ക് കൂടും. പക്ഷെ ആക്യുറസി ഉണ്ടാകണം. പക്ഷെ ഇവിടെ എന്താകില്ല, മാർക്ക് കൂടില്ല. അപ്പൊ നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 58+ അല്ലെങ്കിൽ ഒരു 60+ അറ്റംപ്റ്റ് ഉണ്ടാകണം ഈസി ഷിഫ്റ്റുകാർക്ക്. ഓക്കെ, ഇതാണ് ഡേ 1-ലെ കേസ്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് 4 ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഷിഫ്റ്റ് 1-നെ കൊടുക്കാം. ദെൻ ഷിഫ്റ്റ് 3 ആൻഡ് ഷിഫ്റ്റ് 2. ഷിഫ്റ്റ് 2 ആണ് ഇതിൽ രണ്ടിൽ ഏറ്റവും കമ്പയർ ചെയ്തതിനകത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട്. 2ഉം 3ഉം
ഓൾമോസ്റ്റ് സ്റ്റുഡൻസിനെല്ലാം ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന 4 ആണ്, ദെൻ ഫസ്റ്റ് 1, ദെൻ തേർഡ് ആൻഡ് 2. ഓക്കെ, ഇനിയും രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഷിഫ്റ്റ് 1 അത്ര ബുദ്ധിമുട്ടെന്നല്ല, ഇപ്പൊ റീസണിങ് ആണെങ്കിലും അത്ര ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇതില് ഷിഫ്റ്റ് 1 എഴുതിയവരൊന്ന് കമന്റ് ചെയ്യണം. അതിൽ ബ്ലഡ് റിലേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ സമയം പോയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു സമയത്ത് സ്കിപ്പ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനകത്തിൽ നമ്മൾ ഇപ്പൊ കിട്ടും അല്ലെ, നമുക്ക് മിസ്ലേനിയസിനകത്തിൽ നമുക്ക് വേഗം ആൻസർ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സെക്ഷനാണ് ബ്ലഡ് റിലേഷൻ. ഞാൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും പറയുന്നതാണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ ഒരു ട്രിക്കി ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു അൺസർട്ടൈൻ നമ്പർ ഓഫ് പസിൽസിന്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. എങ്കിലും ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ സമയം കളഞ്ഞവർക്ക് ചിലപ്പം റീസണിങ്ങിന്റെ അറ്റംപ്റ്റ് കുറഞ്ഞിട്ടുണ്ടാകാം. അത് സ്കിപ്പ് ചെയ്തവർക്കാണെങ്കിൽ ഒരു 30+ ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. QAയും അത്ര ഡിഫിക്കൽട്ട് അല്ല, എങ്കിലും ഒരു 22+ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ആയിരുന്നു ഇത്. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ചിലർക്ക് നല്ല സ്പീഡായിരിക്കും, ചിലർക്ക് റീസണിങ്ങിനെക്കാട്ടിലും എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ക്വാണ്ടായിരിക്കും, അവർക്ക് ഇതിനെക്കാട്ടിലും ഒക്കെ അറ്റംപ്റ്റ് കൂടുതലുണ്ടായിരിക്കും. ഞാനൊരു ജനറൽ കേസാണ് പറയുന്നത്. ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞാൽ വളരെ ഈസി ഷിഫ്റ്റ് ആയിരുന്നു. ഇവിടെ QAയുടെ കേസ് പറയുമ്പോൾ സ്പീഡ് മാത്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 15+ സ്പീഡ് മാത്സ് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതായത് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ. അപ്പോൾ ഈ സ്പീഡ് മാത്സ് സെക്ഷനിൽ നിന്ന് 15+, ശരിക്കും പറഞ്ഞാൽ ക്ലർക്കിനാണ് സ്പീഡ് മാത്സ് സെക്ഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ ഇവിടെ POയ്ക്ക് വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി എന്ന് വെച്ചാൽ ഈ ഒരു ഷിഫ്റ്റ് 2ൽ അതേപോലെ തന്നെ റീസണിങ്ങും അത്യാവശ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ആയിരുന്നു ഷിഫ്റ്റ് 2. ഇവിടെ 65+ അറ്റംപ്റ്റ് പോയ ആസ്പിരൻസ് വരെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഷിഫ്റ്റ് 2 ഇപ്പം സെക്കൻഡ് ഡേയിലെ അതായത് 4-ാം തീയതി ഓഗസ്റ്റ് 4 എക്സാമിൽ ഏറ്റവും ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് 2 ആയിരുന്നു. കാരണം QA വളരെ ഈസി ആയിട്ടുള്ള, കാരണം സ്പീഡ് മാത്സിൽ നിന്ന് തന്നെ അത്രയും ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ സ്പീഡ് മാത്സിൽ നിന്ന് തന്നെ അത്രയും ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ റീസണിങ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് 65+ അറ്റംപ്റ്റ് പോയ ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. ഇനിയും അതേപോലെ തന്നെ ഷിഫ്റ്റ് 3 വരുമ്പോൾ ഇതിന് അത്രയും ഈസി ആയിരുന്നില്ല, എങ്കിലും QAയും റീസണിങ്ങും അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 20+, അതേപോലെ തന്നെ 30+ ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. നിങ്ങൾ ആ ഒരു സമയത്ത് എങ്ങനെ ആ ക്വസ്റ്റ്യനെ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഇത് ട്രിക്കി ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ നമ്മളിൽ ഇപ്പം കിട്ടും അല്ലെ, ഇതെനിക്ക് അറിയാവുന്നതാണല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കുറേ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് ഈ വർഷം ആദ്യമായിട്ടാണ് സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തത് അല്ലെ. സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എക്സാം ആയിരുന്നു നമ്മുടെ RRB PO. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എക്സാം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ടെൻഷനും കൺസേൺസും ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഇനി 25 മിനിറ്റ്സ് റീസണിങ്ങിന് കിട്ടി, അപ്പോൾ ഇനി ഒരുപാട് ടഫ് ആയിരിക്കുമോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിനോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപാട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളതല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില ഷിഫ്റ്റിൽ ഇപ്പം തന്നെ നമ്മൾ ഡേ 1 കേസ് പറഞ്ഞില്ലേ, ഡേ 1 കേസ് പറഞ്ഞപ്പോൾ ഈ 2 ഷിഫ്റ്റ് ഇച്ചിരി അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അത് നോർമലൈസേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതാണ് ഒരു എസ് എ ഹോൾ. ഇത് ഓരോ ചിലർക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. എസ് എ ജനറൽ കേസ് നമ്മൾ പോള് പോയതിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ അച്ചീവേഴ്സിലെയും നമ്മുടെ മെയിൻസ് ബൂസ്റ്ററിലെയും സ്റ്റുഡൻസിനോടും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയ ഡേറ്റ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എസ് എ ഹോൾ പിന്നെ കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് എങ്ങനെ പറയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഇപ്പം നമ്മുടെ RRB എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലെ വേക്കൻസി, നോർമലൈസേഷൻ, കാറ്റഗറി ഇതെല്ലാം കട്ട് ഓഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് RRB POയ്ക്ക് വേക്കൻസി കുറവായിരുന്നു അല്ലെ. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ഒരു 40+ വേക്കൻസീസ് നമുക്ക് ഈ കൊല്ലം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48 സംതിങ് ആയിരുന്നു, നമ്മളുടെ 48.25 or 75 സംതിങ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഈ പ്രാവശ്യം അതിലും കൂടുതൽ. ഈ പ്രാവശ്യത്തെ നമ്മളുടെ വേക്കൻസി എന്ന് പറയുന്നത് 195 ആണ്. ടോട്ടൽ വേക്കൻസി ആണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ RRBയുടെ കേസാണ് ഈ പറയുന്നത്. ടോട്ടൽ
195 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും വേക്കൻസി നമുക്ക് ഈ വർഷമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഇവിടുത്തെ കേസ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു 50+ അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാവും. ഇവിടെ അത്രത്തോളം ഇപ്പോൾ ഒരു 50+ ഒന്നും വന്നില്ലെങ്കിലും ഒരു 40+ അല്ലെങ്കിൽ ഒരു 42+ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാകാം. ഇവിടുത്തെ കേസല്ല, ഞാൻ ഷിഫ്റ്റ് 1 കേസിലേക്കാണ് പറഞ്ഞത്. അതായത് ഇവിടെയാണെങ്കിലും ഒരു 50, ഇവിടെയാണെങ്കിലും ഒരു 50+ അല്ലെങ്കിൽ 52 അല്ലെങ്കിൽ 55 അടുപ്പിച്ച് ചെയ്തവരുണ്ടാകാം, 50+ ചെയ്തവരുണ്ടാകാം. ഇവിടെ ചിലപ്പോൾ അത്രയും ഒരു അറ്റംപ്റ്റ് വന്നിട്ടുണ്ടാകില്ല. ഈ രണ്ട് ഷിഫ്റ്റ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 45 അല്ലെങ്കിൽ 40+ ചെയ്തിട്ടുള്ളവരായിരിക്കാം കൂടുതൽ. ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് 55+ അല്ലെങ്കിൽ ഇത് ഈസി ഷിഫ്റ്റ് ആയിരുന്നു, അപ്പോൾ 60+ ചെയ്തവരായിരിക്കും ഇവിടെ കൂടുതലുണ്ടാകുക. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ ഇത് ഈസി ഷിഫ്റ്റ് ആയിരുന്നത് കൊണ്ട് ഇവിടെയും 60+ ആയിരിക്കും കൂടുതലുണ്ടാകുക. പക്ഷെ നമ്മൾ എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വേക്കൻസി അതേപോലെ നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസിയും അതിൻ്റെ കട്ട് ഓഫും എല്ലാം കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആസ് എ ഹോൾ നമുക്ക് ഈ വർഷം ഒരു 48 to 52 റേഞ്ചിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. 48 മുതൽ 52 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമ്മളുടെ കാരണം നമ്മൾ എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന് മുകളിൽ പോകില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും വേക്കൻസിയും കൂടെ ഉണ്ട്. പിന്നെ 2 ഷിഫ്റ്റ് നമുക്ക് അത്യാവശ്യം ഇച്ചിരി പാടുമല്ലായിരുന്നു. അപ്പം പിന്നെ നോർമലൈസേഷൻ വരുമ്പോൾ ചിലപ്പം മാറ്റം വരാം. എങ്കിലും ഞാൻ ആസ് എ ഹോൾ പറയുകയാണ്, ഒരു 48-നും ഒരു 48-നും 52-നും ഇടയിലാകാനാണ് നമ്മളുടെ ഈ വർഷത്തെ ചാൻസ്. അപ്പം നിങ്ങൾ ടെൻസ്ഡ് ആകണ്ട, എന്തായാലും എക്സാം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ കട്ട് ഓഫ് എത്ര ആയിരിക്കും, കട്ട് ഓഫ് എത്ര പോകും, അല്ലെങ്കിൽ ഇന്ന നമ്പർ വരുമോ, ഇന്നത് വരുമോ, ഇത്ര വരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ എന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ ക്യൂരിയോസിറ്റി എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ മെയിൻസിന് പഠിക്കണോ? എനിക്ക് എന്തായാലും കിട്ടത്തില്ല, എങ്കിൽ ഞാൻ ഇനിയും പഠിക്കണോ? അപ്പൊ ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കട്ട് ഓഫിനെ പറ്റിയിട്ട് ചിന്തിക്കും. അതൊക്കെ. പക്ഷെ അല്ലാതെ നമ്മൾ 24 hours അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. എന്തായാലും അത് കഴിഞ്ഞു അല്ലെ, ആ ഒരു എക്സാം കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ബിഗിനേഴ്സ് ഉണ്ടാകും, ആദ്യമായിട്ട് എക്സാം എഴുതിയവരുണ്ടാകും, കണ്ണടച്ച് തുറക്കും മുന്നേ എങ്ങനെയാണ് സമയം പോകുന്നതെന്ന് മനസ്സിലായിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ 25 മിനിറ്റ് എങ്ങനെ പോയി അല്ലെ, റീസണിങ്ങിന്റെ കേസ് ആണെങ്കിലും ഒരു പസിൽ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആൻസർ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കിന് സമയം തീർന്നു പോയവരുണ്ടാകാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് റിയലൈസേഷൻ ആണ്. അതായത് ഇപ്പോൾ ചിലർ നന്നായിട്ട് കാര്യങ്ങൾ അറിയാം, സ്പീഡില്ല, ചിലർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ചെയ്യേണ്ടത്, കാരണം ഇനിയും നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട് അല്ലെ, അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഈ മെയിൻസുകാരോടൊന്ന് പറയട്ടെ. മെയിൻസിന് ഞങ്ങൾ പഠിക്കണോ? ഉറപ്പായിട്ടും പഠിക്കണം. അതായത് ഒരു 50+ പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഒരു 50+ അറ്റംപ്റ്റ് ചെയ്തവരെല്ലാവരും, ഈ 50+ അറ്റംപ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പം നമ്മൾ എക്സാമിന്റെ സമയത്ത് ഏതെങ്കിലുമൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാം അല്ലെ, ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും 50+ അറ്റംപ്റ്റ് ചെയ്ത എല്ലാവരും മെയിൻസിന് പഠിക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, സെപ്റ്റംബർ 29-നാണ് നമ്മളുടെ മെയിൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ക്ലർക്കിന്റെ മെയിൻസ് ഉടനെ ഉണ്ടാകും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം പ്രിപ്പറേഷൻ. അല്ലാതെ ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും കിട്ടത്തില്ല എന്ന് കരുതി പഠിക്കാതിരുന്നിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ 2 ആഴ്ച മാത്രമേ നമുക്ക് എന്തിനുണ്ടാകത്തുള്ളൂ, മെയിൻസിനുണ്ടാകത്തുള്ളൂ. സോ അത്രയും സമയം വെറുതെ പോകില്ലേ? സോ അതിനൊരു വഴി ഒരുക്കാതിരിക്കുക. നിങ്ങൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. പ്രിലിംസിന്റെ മാർക്ക് നിങ്ങൾ ജസ്റ്റ് കട്ട് ഓഫ് കയറിയാലും നിങ്ങൾ മെയിൻസിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ മാർക്ക് ഒരിക്കലും നമ്മളുടെ ഫൈനൽ റൗണ്ടിലേക്ക് എടുക്കില്ല, മെയിൻസിന്റെ മാർക്ക് മാത്രമായിരിക്കും എടുക്കുക. മെയിൻസിന്റെ കട്ട് ഓഫിനെ കാട്ടിലും ഒരു 10ഓ 15ഓ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂവിന് എത്ര മാർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഫൈനൽ ലിസ്റ്റിൽ വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ 50+ അറ്റംപ്റ്റ് ചെയ്ത എല്ലാവരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പഠിക്കണ്ടെന്നല്ല. ചിലപ്പം ഒരു 48 ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ കട്ട് ഓഫ് വരുന്നത്, ചിലപ്പോൾ 49 ആയിരിക്കാം നമ്മളുടെ കട്ട് ഓഫ് വരുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾ ഒരു സൈഡിൽ കൂടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, RRBയുടെ എക്സാമിനും കൂടെ, അതായത് RRB ക്ലർക്ക് ഉണ്ട്, അതിന്റെ പ്രിലിംസും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിക്കോണം. കാരണം മോക്ക് ചെയ്യുക, നമ്മൾ PO വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ POയ്ക്ക് 2 വേരിയബിൾ പസിൽസിനായിരുന്നു കൂടി. ഇപ്പോൾ റീസണിങ്ങിന്റെ കേസ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ DIയുടെ കേസ് ആണെങ്കിലും ഡബിൾ ഡയഗ്രാം വെച്ചിട്ടൊക്കെ ഉള്ളതായിരിക്കും നമുക്ക് POയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരിക്കലും ക്ലർക്കിലേക്ക് വരുമ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. നമ്മുടെ കേരളത്തിന്റെ കേസ് പറഞ്ഞാൽ
കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിൽ നോക്കുമ്പോഴത്തേക്കിന് വേക്കൻസി കുറവാണ് ക്ലർക്കിന്. സോ കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉറപ്പായിട്ടും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 69 സംതിങ് ആയിരുന്നു നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫ് RRB ക്ലർക്കിന്റെ. പക്ഷേ ഈ വർഷം വരുമ്പോഴത്തേക്കിന് ഉറപ്പായിട്ടും 70 അബോ അല്ലെങ്കിൽ 74 75 ആ റേഞ്ചിലേക്ക്, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും 70+ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം വേക്കൻസി കുറവാണ് ഇപ്രാവശ്യം കേരളത്തിൽ, അല്ലെ, ക്ലർക്കിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടുള്ള എക്സാമിന് ഫോക്കസ് ചെയ്യുക. കട്ട് ഓഫ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക ഞാൻ ഇത്ര അറ്റംപ്റ്റേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും അയ്യോ അവിടെ നെഗറ്റീവ് ആകുക അല്ല വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി, ഞാൻ ഇങ്ങനെ പോരാ, എനിക്ക് ഇച്ചിരും കൂടെ പഠിക്കണം, ഞാൻ ഇച്ചിരും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു സ്പീഡ് ലെവലിലേക്ക് എത്താൻ പറ്റൂ. അതിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സോ നിങ്ങൾ എല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളുക. ഇനി അത് മാത്രമാണോ, നമുക്ക് എന്തുണ്ട്, IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ. അതിന്റെ പ്രിലിംസ് എന്നത്തെ കൊണ്ട് നമുക്ക് ഒക്ടോബറിലേക്ക് അതിന്റെ പ്രിലിംസ് ഉണ്ട്, നവംബറിൽ അതിന്റെ മെയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഗ്യാപ്പില് SBI വിളിക്കും. ബൾക്ക് വേക്കൻസി ആയിട്ടായിരിക്കും SBI വിളിക്കുക. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ വെറുതെ ആയി പോകുമോ? ഇല്ല. നമ്മൾ പ്രിലിംസിന്റെ കേസ് പറയുന്നത് പോലെയല്ല മെയിൻസ്. നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മളുടെ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞാൽ ഹൈ ലെവൽ പസിൽസ്, മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസ് പറഞ്ഞാൽ ഹൈ ലെവൽ DI, അതേപോലെ തന്നെ അരിത്തമെറ്റിക് DI, അതേപോലെ നമ്മളുടെ എല്ലാ ടൈപ്പും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. സോ ആ പ്രിലിംസും മെയിൻസും നിങ്ങൾ ഒരേപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഒരുപാട് എക്സാംസ് ഈ ഒരു ഇയർ നമ്മളെ കാത്തിരിപ്പുണ്ട്. സോ കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളവരുണ്ടാകാം, ചിലപ്പം സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർക്ക് വിചാരിച്ച പോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തവരുണ്ടാകാം. പക്ഷെ അത് ചിന്തിച്ചിരുന്ന നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മുന്നോട്ടേക്ക് പ്രാക്ടീസ് ചെയ്യുക, വരാനുള്ള എക്സാംസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളാം. ഓൾ ദ ബെസ്റ്റ്.